ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫുഡാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ലഞ്ചിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഫുഡാണ് കേട്ടോ. കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഉച്ചയ്ക്ക് ചോറ് തിന്നാനും അതുപോലെ തന്നെ ചോറ് കറിയൊക്കെ ആയിട്ട് കൊണ്ടുപോയാൽ കഴിക്കാൻ മടി കാണിക്കണ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻക്ക് ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തയക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് നെയ്യ് എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഒറ്റ ദോശ. ആ ദോശകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ദോശ ഒക്കെ ചുട്ടതിന് ശേഷം അതിലേക്കൊരു ആംപ്ലേറ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ദോശക്ക് ദോശയായി, ആംപ്ലേറ്റായി, കുറച്ച് സാലഡിന് ഞാൻ ക്യാബേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സബോള, തക്കാളി, പുതിനയില, കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതാണ് ഇതിലുള്ള സാലഡ്. പിന്നെ അത്രയ്ക്ക് എണ്ണുള്ളൂ. ഈ ദോശയും പിന്നെ ആംപ്ലേറ്റും കോണും മുട്ടയും സാലഡും ഇത്രയും കൂടിയിട്ട് ഞാൻ അത് ഒരു ടിഫിൻ ബോക്സിൽ വെച്ച് ഉച്ചക്കുള്ളതിന് ലഞ്ചാക്കിയിട്ട് പകരമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികൾ നന്നായി കഴിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കാരണം എല്ലാതും കുട്ടികൾക്ക് ഫുഡിലെല്ലതും കിട്ടുന്നുണ്ട്. കുറേ ചോറും മീനും മാത്രം അല്ലെങ്കിൽ പച്ചക്കറി മാത്രം കൊടുക്കുന്നതിൻ്റെയൊക്കെ നല്ലൊരു ഐറ്റംസാണത്. അവർക്ക് എല്ലാതും ശരീരത്തിൽ ചെല്ലുന്നുണ്ടല്ലോ. പിന്നെ അതുമല്ല അവർക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്ത്. ഞാൻ അവർക്ക് അത്ര മടി കാണിക്കില്ല കേട്ടോ. ഞാനിതിൽ ചെറുനാരങ്ങ കൂടി സാലഡിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ മോനിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലഞ്ചിന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ മക്കൾ ഭക്ഷണം കഴിക്കാണ്ട് മടിച്ച് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവർക്കൊന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് അത് ഇഷ്ടപ്പെടും. എന്തായാലും അവരത് കഴിക്കും, കഴിക്കാൻ മടി കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ ഇനി വരാം. ഓക്കെ, താങ്ക് യു.